ഇന്നലത്തെ പകൽ അക്ഷരാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ദില്ലിയെ വിറപ്പിക്കുന്നതാണ് രാജ്യം കണ്ടത്. CJP സമരത്തിലെ പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് നീതിക്കായി ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ സന്ധിയില്ലാ സമരം തുടങ്ങിയിട്ട് ഒരു മാസമായ ദിവസമായിരുന്നു ഇന്നലെ. ആ ദിനത്തിൽ സമരത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ ഒരു വിദ്യാർത്ഥിക്ക് തോളോട് തോൾ ചേർന്ന് നീതി വാങ്ങി നൽകാൻ രാഹുൽ നടത്തിയ ധീരമായ പോരാട്ടത്തിന് മുന്നിൽ ദില്ലി പോലീസ് മുട്ടുവിറച്ച് കീഴടങ്ങി. എന്താണ് ഇന്നലെ സംഭവിച്ചത്? സാഹിൽ ലോജബ് എന്ന 19-കാരനുമായി രാഹുൽ മന്ത്രിമാർഗ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നു. ആരാണ് ഈ സാഹിൽ? ജൂലൈ 20 നടന്ന CJPയുടെ സൻസദ് ചലോ മാർച്ചിനിടെ നടന്ന പെല്ലറ്റ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി. പെല്ലറ്റുകൾ സാഹിലിന്റെ ശരീരത്തിൽ മാത്രമല്ല കണ്ണിലും തുളച്ചു കയറി. ഒരു കണ്ണിന്റെ കാഴ്ച ഭാഗികമായി നഷ്ടപ്പെട്ടു. ഇതിനെതിരെ പരാതി കൊടുത്തിട്ടും കേസെടുക്കാൻ ദില്ലി പോലീസ് തയ്യാറായില്ല. അന്വേഷണ ഉദ്യോഗസ്ഥനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലും നൽകിയില്ല. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെ ദില്ലിയിലെ കോൺഗ്രസിന്റെ മാധ്യമ ഗ്രൂപ്പിൽ ഒരു അറിയിപ്പ് വന്നു. രാഹുൽ ഗാന്ധി ഉടൻ മന്ത്രിമാർഗ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു എന്നായിരുന്നു വാർത്ത. പിന്നാലെ രാഹുൽ സാഹിലിനെയും മാതാവിനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നു. പരിക്കേറ്റതിന്റെ മെഡിക്കൽ രേഖകൾ ഉൾപ്പെടെ മുന്നിലേക്ക് വെച്ച് കേസ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടു. എന്നാൽ FIR രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ലെന്നായിരുന്നു നിലപാട്. ഉടൻ അവിടെ നിന്നിറങ്ങി ദില്ലി സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തി. അവിടെയുണ്ടായിരുന്ന DCP ആദ്യം രാഹുലിനെ കാണാൻ വിസമ്മതിച്ചു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതെന്തായാലും കേസെടുക്കണമെന്ന ആവശ്യം അവിടെയും തള്ളിക്കളയുകയാണ് ചെയ്തത്. പിന്നീട് ഒരു പതിവ് രാഹുൽ സ്റ്റൈൽ സർജിക്കൽ സ്ട്രൈക്കാണ് പോലീസുകാർ കണ്ടത്. സ്റ്റേഷന് മുന്നിൽ സാഹിലിനും അമ്മയ്ക്കുമൊപ്പം കുത്തിയിരുന്ന രാഹുൽ കേസെടുക്കാതെ പോകില്ലെന്ന കട്ടായം പറഞ്ഞു. എത്ര ദിവസം ഇരിക്കേണ്ടി വന്നാലും താൻ തയ്യാറാണെന്ന പ്രഖ്യാപനവും നടത്തി. ഈ സമരം ശരിയല്ലെന്ന് DCP പറഞ്ഞെങ്കിലും രാഹുൽ കാര്യമാക്കിയില്ല. അപ്പോഴേക്കും പ്രിയങ്ക ഗാന്ധിയും ജയറാം രമേശും സുർജേവാലയും കുമാരി ഷെൽജയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സ്റ്റേഷനിലേക്ക് ഇരച്ചെത്തി കഴിഞ്ഞിരുന്നു. ഇതോടെ വിറച്ച DCP പിന്നീട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഓട്ടത്തിലായി. രാഹുലിനെയും പ്രിയങ്കയെയും മാറി മാറി വിളിച്ച് ചർച്ച നടത്തി. ആദ്യം വകുപ്പിടാതെ കേസെടുക്കാം എന്നായി DCP. പക്ഷേ വഴങ്ങാൻ രാഹുൽ തയ്യാറായില്ല. ഒടുവിൽ രാഹുലിന്റെ പിടിവാശിക്ക് മുന്നിൽ പോലീസിന് തല കുനിക്കേണ്ടി വന്നു. അങ്ങനെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ, ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കൽ എന്നീ ഗുരുതര വകുപ്പുകൾ ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. 6 മണിക്കൂർ നീണ്ട രാഹുലിന്റെ പോലീസ് സ്റ്റേഷൻ ഉപരോധത്തിന് ശേഷമാണ് FIR ഇട്ടത്. അതായത് തന്റെ മിന്നൽ നീക്കത്തിലൂടെ ദില്ലി പോലീസിനെ മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിച്ചിരിക്കുകയാണ് രാഹുൽ ശരിക്കും. സമരത്തിന് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിട്ടേ ഇല്ല എന്നാണ് പോലീസും കേന്ദ്ര സർക്കാരും തുടക്കം മുതൽ വാദിക്കുന്നത്. എന്നാൽ സാഹിലിന്റെ കണ്ണിൽ നിന്നും ശരീരത്തിൽ നിന്നും നീക്കം ചെയ്ത പെല്ലറ്റുകൾ ഒരു കുപ്പിയിലിട്ട് കൊണ്ടുവന്ന് അത് മാധ്യമങ്ങൾക്കും പോലീസിനും മുന്നിൽ ഉയർത്തിക്കാട്ടി ആ വാദത്തെ രാഹുൽ തകർത്തെറിയുന്നുണ്ട്. വ്യാഴാഴ്ചയാണ് CJPയുടെ പാർലമെന്റ് മാർച്ചിലെ അക്രമവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഒരു സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചത്. സമരത്തിനിടെ ഉണ്ടായ അതിക്രമത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സുപ്രീം കോടതി മുൻ ജഡ്ജി R സുഭാഷ് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ 5-അംഗ സമിതിയെ രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിൽ നിന്ന് ഉണ്ടായത്. ആ സമിതിക്ക് മുന്നിലേക്കാണ് രാഹുൽ ഈ FIR സമർപ്പിക്കുന്നത് എന്നതാണ് പ്രസക്തം. സത്യത്തിൽ രാഹുൽ എന്ന രാഷ്ട്രീയ നേതാവിന്റെ ഒരു വലിയ വിജയമായിട്ടാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവത്തെ വിലയിരുത്താവുന്നത്. കോൺഗ്രസ് ഇതിനോടകം തന്നെ ആ രീതിയിലുള്ള പ്രചരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഹീറോ ആയിട്ടാണ് പാർട്ടി രാഹുലിനെ വാഴ്ത്തുന്നത്. CJP സമരവുമായി ബന്ധപ്പെട്ട് രാഹുൽ ആദ്യമായല്ല ഇത്തരമൊരു ചടുല നീക്കം നടത്തി ദേശീയ ശ്രദ്ധ നേടുന്നത്. ജൂലൈ 20 CJP പാർലമെന്റ് മാർച്ചിനെ പോലീസ് തല്ലിച്ചതച്ചപ്പോൾ തൊട്ടടുത്ത ദിവസം, അതായത് ജൂലൈ 21 പാർലമെന്റിൽ നിന്നിറങ്ങി രാഹുൽ നേരെ മോദിയുടെ വീടിന് മുന്നിൽ പോയി അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് നാം കണ്ടതാണ്. BJPയും കേന്ദ്ര സർക്കാരും ശരിക്കും ഞെട്ടിയ സംഭവമായിരുന്നു അത്. ഇന്റലിജൻസ് സംവിധാനത്തിന്റെ പരാജയമായി പോലും ആ സമരം ചർച്ച ചെയ്യപ്പെട്ടു. പിന്നീട് തുടർച്ചയായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ആക്രമിച്ച് പ്രതിരോധത്തിലാക്കി. വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചതിന്റെ ഉത്തരവാദി അമിത്ഷാ എന്ന വിമർശനത്തിന് മറുപടിയില്ലാതായി. ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്ന നിലപാടിൽ ഉറച്ചു നിന്നു. ഇതോടെ 19 ദിവസം നീണ്ടുനിന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ അവസാന ദിനം വന്ദേമാതരം ചൊല്ലി പിരിയാൻ മാത്രമാണ് മോദിയും ഷായും എത്തിയത്. CJP സമരങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ ശക്തമായി അങ്ങനെ ഉയർന്നു വരികയാണ്. നിലവിലെ സംവിധാനത്തിൽ അസ്വസ്ഥരായ വിദ്യാർത്ഥികളും യുവാക്കളും രണ്ടും കൽപ്പിച്ച് ഇറങ്ങിത്തിരിക്കുന്നതാണ് നാം കാണുന്നത്. രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായ ഇവരുടെ ശബ്ദം കേട്ടു മാത്രമേ ഏതൊരാൾക്കും ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ. തങ്ങളെ കേൾക്കാൻ ഒരാളുണ്ട് എന്ന തോന്നൽ അവർക്ക് നൽകാനുള്ള ശ്രമത്തിലാണ് രാഹുൽ. അത് തുടർച്ചയായി വിജയിക്കുന്നതാണ് രാജ്യം കാണുന്നത്. ഇതിനോടകം ഛാത്രോം കി ഗൂഞ്ച് എന്ന രാഹുലിന്റെ സംവാദ പരിപാടി വലിയ തരംഗമായി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ 800ഓളം സംവാദങ്ങൾ നടത്താനുള്ള തീരുമാനമാണ് ഉണ്ടായത്. അങ്ങനെ രാജ്യത്തെ യുവത തങ്ങളുടെ നായകനായി അംഗീകരിക്കുന്ന നിലയിലേക്ക് രാഹുൽ വളരുന്നതാണ് ഈ ദിവസങ്ങളിൽ കാണുന്നത് എന്നതിൽ സംശയമില്ല. जब तक होगा मैं नहीं जा रहा हूँ। कंप्लेंट तो इनका हक है सर, रिसीविंग दे दीजिए हमें। नहीं DCP ऑफिस में क्या करना है सर? DCP ऑफिस से जाएगी CP ऑफिस। ठीक है, DCP ऑफिस कहाँ है? हमारा पार्लियामेंट थाने। ठीक है, चलो वहाँ चलते हैं। लेट्स गो। नमस्कार जी, कैसे हैं आप?
नहीं वो डीसीपी ऑफिस भेजा हमने। आइए सुनिए, आइए। डीसीपी ऑफिस भेजा है। हम तो डीसीपी ऑफिस जा रहे हैं, ये कह रहे हैं न्याय के लिए यहाँ नहीं होगा, डीसीपी ऑफिस आपको जाना दे दीजिए। होगा। हमने नहीं, बोला- सर, ये पूछ रहे पुरानी कंप्लेंट की नहीं, वो मैंने बताया नहीं, डीसीपी ऑफिस से नहीं। सेम कंप्लेंट हमने आपसे कहा कि आयोग का नंबर दो। आपने हमें कहा डीसीपी ऑफिस जाइए। सर मैं इशू करता हूँ, चलो आप थोड़ा है जितना बड़ा है। जो छर्रे लगे हैं ये सारे जो है इनकी आंख दिखाओ, ये जो इनकी आंख गई है इसके बारे में हम एफआईआर मांग रहे हैं और ये इनका हक बनता है। मैं 10 दिन 20 दिन 30 दिन 50 दिन 6 महीना वहीं बैठूंगा। इट्स लीगल, ही इज रिक्वेस्टिंग एन एफआईआर। Sir, already submitted. No. He is requesting an individual FIR for this bullet, for the pellet injuries. Okay, bhaiya. Very simple. You are not doing it. Sir, Okay, let's go. I'm telling you what's going to happen. नहीं मैं बता रहा हूँ आपको होगा, तो आप समझ लो. I will go outside. I will sit there until the FIR is done. I will sit there 1 day, 2 days, 3 days, 5 days, 10 days, 20 days. Your government will have a problem. ये सलमान साहब की पीसी हो गई।